തൊടുപുഴ അഗ്നിശമന സേനയിലെ പന്നിമാംസ നിരോധനത്തിൽ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. വിഷയം നിസ്സാരവൽക്കരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നീക്കം നടക്കുന്നതായി സൂചന. സ്റ്റേഷൻ ഓഫീസറെയും ASTOയെയും മാറ്റി നിർത്തി അന്വേഷണം വേണം എന്നാണ് ആവശ്യം. സ്റ്റേഷൻ ഓഫീസർ മൂവാറ്റുപുഴ അഗ്നിശമന സേനയിലിരിക്കെ സമാനമായ വിഷയമുണ്ടാക്കിയ ആളെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിച്ചെന്നാണ് ആരോപണം. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, പറയൂ. ഈ തൊടുപുഴ അഗ്നിശമന സേനയിലെ പന്നിമാംസ നിരോധനവുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് പരാതിക്കാർ. പ്രധാനമായും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് വകുപ്പ് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും ഈ പരാതി നൽകി 1 മാസം പിന്നിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജില്ലാ ഫയർ ഓഫീസർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മാസം 27-ാം തീയതി ഇദ്ദേഹം എത്തി, അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ സമയം, അതായത് ഈ പന്നിമാംസം നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് യോഗം കൂടിയ മറ്റു ആളുകളുടെ ഒന്നും തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതായത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തി മാത്രം മടങ്ങുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തത്. ഇത് ഈ കേസ് അട്ടിമറിക്കാനാണ്, അല്ലെങ്കിൽ വിഷയം അട്ടിമറിക്കാനാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. 2022-24 കാലഘട്ടത്തിൽ സമാനമായ സംഭവം ഈ സ്റ്റേഷനിൽ തന്നെ, തൊടുപുഴ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പന്നിമാംസം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഈ കേസ് അട്ടിമറിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത്. സമാനമായ ഒരു സാഹചര്യമാണ് നിലവിലും നിലനിൽക്കുന്നത് എന്നുള്ളൊരു ആരോപണവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് പരാതിക്കാർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ റീജിയണൽ ഫയർ ഓഫീസർ ഈ അന്വേഷണം ഏറ്റെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.